നിങ്ങൾക്കാവില്ല മക്കളെ, നേരത്തെ പറഞ്ഞതല്ലേ. 2017 ഇംഗ്ലണ്ടിലെ ഓവലിൽ വെച്ച് ഞങ്ങളൊരു ചെറിയൊരു കണ്ണുനീരിൻ്റെ കയ്പുനീര് കുടിച്ചിരുന്നു. അത് ദുബായിൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രാജാവ് സെഞ്ചുറിയുമായി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു. രാജാവിൻ്റെ സെഞ്ചുറിയെക്കുറിച്ച് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. 42.3 ഓവറിലാണ് ഇന്ത്യയുടെ കളി കഴിയുന്നത്. 42-ാം ഓവറിൽ ഇരുന്ന ഷഹീൻ ഷാ അഫ്രീഡി, ഫാസ്റ്റ് ബൗളർ പാകിസ്ഥാൻ്റെ, കുറേ വൈഡ് എറിഞ്ഞു കൂട്ടി. പക്ഷേ ഇന്ത്യക്ക് ജയിക്കാൻ ഏകദേശം 9 റൺ 7 റണ്ണോ എന്തോ മതി. പക്ഷെ കോഹ്ലിക്ക് സെഞ്ചുറിയിലേക്ക് 6 4 ദൂരമുണ്ട്. അവസാനം 42.2 ഓവർ ഇന്ത്യക്ക് ജയിക്കാൻ 2 റൺസ് മതി. കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ 4 റൺസ് വേണം. കോഹ്ലി 3-ാമത്തെ ബോളിൽ ബൗണ്ടറി അടിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിജയവും കോഹ്ലിയുടെ സെഞ്ചുറിയും ആ ഒരു 2 ഓവർ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ കോഹ്ലിയുടെ സെഞ്ചുറി, അർഹതപ്പെട്ട ആ സെഞ്ചുറി നഷ്ടമാകുമോ എന്നൊരു വിഷമമുണ്ടായിരുന്നു. മത്സരത്തിലേക്ക് നമുക്ക് വരാം. ഞങ്ങൾ അന്നാ കുടിച്ച കയ്പ് നീരുണ്ടല്ലോ, അത് ഞങ്ങൾ ഇവിടെ ഇറക്കി വെച്ചു എന്ന് പറഞ്ഞല്ലോ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഒരു പേസർ ഉണ്ടായിരുന്നല്ലോ, ഹസൻ അലിയ. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോലെ ഇന്ത്യയെ മലമറിക്കും തെറിക്കും എന്നൊക്കെ പറഞ്ഞു വന്ന ആള് എവിടെ? അവനെയൊക്കെ വിളിച്ചുകൊണ്ട് വാ. നിങ്ങൾ ഞങ്ങൾക്ക് ഒരേ എരയല്ലെന്ന് കഴിഞ്ഞ ഏഷ്യ കപ്പിലും മറ്റും ഞങ്ങൾ തെളിയിച്ചതല്ലേ. ഇപ്പോഴത്തെ പാകിസ്ഥാനാണെങ്കിൽ ഒട്ടുമല്ല. എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും പോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ജയിക്കുമ്പോൾ ഒരു പ്രത്യേക മധുരം തന്നെയുണ്ട്. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളോടൊന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാർത്തയിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം. ഈ വിജയത്തോടെ 2 പ്രത്യേകതകളുണ്ട്. സ്വന്തം നാട്ടിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ 99.99% പുറത്തായി കഴിഞ്ഞു. ഇന്ത്യ അതേ മാർജിനിൽ സെമിയിലേക്കുള്ള പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം പാകിസ്ഥാൻ സെമിയിലെത്താൻ. ആദ്യം ടോസ് നേടിയ പാകിസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. പാകിസ്ഥാൻ്റെ തുടക്കം മികച്ചതായിരുന്നു. അത്യാവശ്യം സ്ലോ ആയിട്ടാണെങ്കിലും റൺസൊക്കെ കയറി. പക്ഷെ പാകിസ്ഥാൻ ഓപ്പണർ ഇമാം ഉൽ ഹക്കിനെ റണ്ണൗട്ടാക്കിയ അക്ഷർ പട്ടേലിൻ്റെ ആ ഒരു ത്രോ വളരെ മികച്ചതായിരുന്നു. മറ്റേ പഴയ പാകിസ്ഥാൻ ഇൻസാമാം ഉൽ ഹക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇമാം ഉൽ ഹക്കിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ബാബർ അസം സിംബാവർ 26 പന്തിൽ 23 റൺസ് എടുത്ത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് എടുത്തു പോകുന്നു. പിന്നെ സൗദ് ഷക്കീലും റിസ്വാനും കൂടി ചേർന്ന് അവിടെ നിന്ന് ഏകദേശം നല്ലൊരു പാർട്ട്ണർഷിപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. 76 ബോളിൽ നിന്ന് 62 റൺസ് എടുത്ത സൗദ് ഷക്കീലും 77 ബോളിൽ നിന്ന് 46 റൺസ് എടുത്ത റിസ്വാനും ചേർന്ന് ഏകദേശം 151-153 റൺസിലായിട്ടാണ് പാകിസ്ഥാൻ്റെ 3-ാമത്തെ വിക്കറ്റ് തെറിക്കുന്നത്. പക്ഷേ ഏകദേശം ടെസ്റ്റ് മത്സരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് ആയിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. അവിടുന്ന് ഖുഷ്ദിൽ ഒരു 38 റൺസ് എടുത്തിട്ടുണ്ട്. ഷഹീൻ ഷാ അഫ്രീഡിയോ ഫസ്റ്റ് ബോളിൽ തന്നെ കുൽദീപ് യാദവ് മടക്കുന്നു. ഒരു ആവേശോജ്വലമായ ഒരു ബാറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. സാധാരണ ഒരു ബംഗ്ലാദേശ് എങ്ങനെയാണ് ഇന്ത്യയോട് ബാറ്റ് ചെയ്തത് അതേപോലെ തന്നെ ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ 241 റൺസിന് 10 വിക്കറ്റ് എന്ന നിലയിൽ 49.4 ഓവറിൽ ഓൾ ഔട്ട് ആവുന്നു. ബംഗ്ലാദേശ് 49.3 ഓവറിലാണ് ഓൾ ഔട്ട് ആയത്. പിന്നീട് ഇന്ത്യയുടെ ബാറ്റിംഗ് ആണ്. തുടക്കത്തിൽ തന്നെ ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും നല്ലവണ്ണം കളിച്ചു. പവർ പ്ലേ ഓവറുകളിൽ രോഹിത് ശർമ്മ നല്ലവണ്ണം കളിച്ചു. പക്ഷേ ഷഹീൻ ഷാ അഫ്രീഡിയുടെ ഒരു അടിപൊളി പന്തിൽ, നല്ല സൂപ്പർ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു. മിഡിൽ സ്റ്റംപ് തെറിച്ചു രോഹിത് ശർമ്മയുടെ. പിന്നീട് അങ്ങോട്ട് ശുഭ്മാൻ ഗില്ലും കോഹ്ലിയും ചേർന്ന്, രാജകുമാരനും ചേർന്ന് നല്ലൊരു, അതായത് ആ സിറ്റുവേഷൻ ഒതുങ്ങുന്ന രീതിയിൽ ആണ് കളിച്ചത്. പതുക്കെ സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു. ഒരു അര സെഞ്ചുറിക്ക് അടുത്ത് വെച്ചിട്ട് ശുഭ്മാൻ ഗിൽ ഔട്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് കോഹ്ലിയും ശ്രേയസ് അയ്യരും കൂടി ഇന്നിങ്സ് പടുത്തുയർത്തുന്നു. ഇടയ്ക്ക് ചില ബൗണ്ടറികളും, മികച്ച ഇന്നിങ്സ്. അതായത് സിറ്റുവേഷൻ എന്താണോ നീഡ്ഫുൾ അതേമാതിരിയുള്ള ഇന്നിങ്സ്. കോഹ്ലി തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും മികച്ചതായിരുന്നു. ഒരു വമ്പൻ ഷോട്ട് കളിച്ചോ ഇല്ല, എന്നാൽ കളിച്ചു. ആ ഒരു രീതിയിലാണ് ഇന്ന് ഇന്ത്യയുടെ കളി പോയത്. ഏതായാലും അവസാനം സെഞ്ചുറി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ. ശ്രേയസ് അയ്യർ ഔട്ടായതിനു ശേഷം ഹാർദിക് പാണ്ഡ്യ 9 റൺസിൽ ഔട്ടായി. ഏതായാലും 44 ഓവറിന് മുമ്പ് ഇന്ത്യ ലക്ഷ്യം ഭേദിക്കുന്നു. ഇന്ത്യ വിജയിക്കുന്നു. 6 വിക്കറ്റിൻ്റെ വിജയിക്കുന്നു. ഏതായാലും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ചെറിയൊരു വിവരണം എന്ന രീതിയിലാണിത് പറയുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.